Come on. ഇന്നലെ എവിടെയായിരുന്നു പോയത്? ബാങ്കിൽ, പിന്നെ കുറച്ച് പർച്ചേസിംഗ്. വേറെ അങ്ങും പോയില്ല. സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചെത്തണമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇവിടെ പേഷ്യൻസിന് ആരെയും പുറത്തേക്ക് വിടാറില്ല, പ്രത്യേകിച്ച് ഈ വാർഡിൽ നിന്ന്. രവി ഇവിടെ കൊണ്ടുവരുമ്പോ അത്രയ്ക്ക് വേസ്റ്റ് ആയിരുന്നു കണ്ടീഷൻ. രക്ഷപ്പെടുമെന്ന് കരുതിയതല്ല. ഭാഗ്യം കൊണ്ടാ ഇത്ര പെട്ടെന്ന് റീകോപ്പ് ചെയ്തത്. ഭാഗ്യം. ഏറിയാൽ ഒരാഴ്ച കൊണ്ട് റിലീസ് ചെയ്യും. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? ഈ സിറ്റിയിൽ രവിയോട് ശത്രുതയുള്ളവർ ധാരാളമില്ലേ? സുധേട്ടനും പറഞ്ഞു സേഫായ മറ്റെവിടേക്കെങ്കിലും മാറുന്ന നല്ലതെന്ന്. വേണമെങ്കിൽ ഡൽഹി തന്നെ. നിന്റെ സുധേട്ടനും പറഞ്ഞു അല്ലേ, ഭാര്യയുടെ പൂർവ്വ കാമുകൻ അടുത്തുണ്ടാവുന്നത് അദ്ദേഹത്തിന് സഹിക്കുന്നുണ്ടാവില്ല. രവി, നന്ദിയുണ്ട് ഡോക്ടർ. എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ചെയ്ത സേവനത്തിന്, സഹിച്ച വിഷമത്തിന്. പക്ഷേ പകരം ഒളിച്ചോടാൻ എന്നെ നിർബന്ധിക്കരുത്. ജീവൻ ഒഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇനി ഞാൻ ആരെ പേടിക്കണം? ശരി ராஜா, என்னப்பா அந்த போலீஸ்காரன் அவன் பேர் என்ன? ரவி பிரசாத். அவன் திரும்பி வந்திருக்கான்.
அன்னைக்கு அவனை தீர்த்து கட்டி இருக்கணும். நீதான் தீர்த்து கட்டுற சாதாரண விஷயம்ப்பா. ஆனா அதை விட பெரிய பனிஷ்மெண்ட் தானா. அவனை பத்தி கவலைப்பட வேண்டாம். அவன் சுயநிலை இல்லாம ஆஸ்பத்திரியில் இருக்கான்னு தெரிஞ்சது, அதை சொன்னேன். தட்ஸ் ஆல். மறுபடியும் அவனால் சர்வீஸ்ல சேரவும் முடியாது, நம்ம ஒன்றும் செய்யவும் முடியாது. சரி சரி, நீ புறப்படு. லேட் ஆச்சுன்னா அப்புறம் ஃபிளைட் மிஸ் பண்ணிடுவேன். சரிப்பா. எங்க போறாரு? டெல்லிக்கு. வரேம்மா. நம்ம ஹோட்டலோட ஃபாரின் கொலாபரேஷன் சம்பந்தமா பேச போயிட்டு இருக்கா. ஓ, Look straight. Drive. Turn left. Stop. ഇറങ്ങടാ. പ്ലീസ് സർ, ഡോണ്ട് കിൽ മീ സർ, പ്ലീസ്. അന്ന് മഞ്ജുവിനെ ചുട്ടുകരിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നില്ലേ? പറയണം. എവിടെ ശരത്? എനിക്കറിയാം, അവൻ മരിച്ചിട്ടില്ല. അന്ന് റെയിൽ പാളത്തിൽ കണ്ട ശവം അവന്റെ അല്ല, അല്ലേ? പറയണം. ഇല്ല. പിന്നെ ആരുടേതായിരുന്നു? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ. ഏത് രഘു? ഡ്രൈവർ ഗോവിന്ദന്റെ മകൻ രഘു. ഗോവിന്ദന്റെ മകൻ രഘു. ശരത്തിന് പകരം അവനെ കൊന്ന് റെയിൽ പാളത്തിലിട്ടു, അല്ലേ? Excuse me, sir. I have to ask you some questions. நேற்று ராத்திரி நீங்க எங்க இருந்தீங்க சார்? നേത്ത് രാത്രി, ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? അതിന് മുമ്പ്, ഒരു വർഷം മുമ്പ് ഞാൻ എവിടെയായിരുന്നു ഇൻസ്പെക്ടർ? സാർ, അന്വേഷിച്ചിരുന്ന താൻ ഈ സിറ്റിയിൽ ഡ്യൂട്ടിയിൽ ഇരിക്കെ പെട്ടെന്ന് അപ്രത്യക്ഷനായ ഒരു പോലീസ് ഓഫീസറെ കുറിച്ച് തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ശപ്പനെങ്കിലും അന്വേഷിച്ചോ? அதெல்லாம் என்கிட்ட கேட்காதீங்க. I want an answer. நேத்து நீங்க எங்க இருந்தீங்க? Come on, tell me. இல்லைன்னா உங்களை എന്ത് ചെയ്യുവടാ എന്നെ? ഞരമ്പിൽ ഡ്രഗ്സ് കുത്തി കയറ്റുമോ? ഭ്രാന്തനാക്കുമോ? അതോ പട്ടിണിക്കിട്ട് കൊല്ല ചെയ്യുമോ? What are you doing here? யாரை கேட்டுட்டு உள்ள வந்தீங்க? This is a hospital, you know? ஒரு கொலை கேஸோட இன்வெஸ்டிகேஷன் சம்பந்தமா வந்திருக்கோம். இவர்கிட்ட சில கேள்விகள் கேட்கணும். No, he is my patient. You can't question him without my permission. He is mentally weak. மேபி. ஆனா 2-3 கொலையில இவர் சம்பந்தப்பட்டிருக்காரு நாங்க சந்தேகப்படுறோம். ஏன் டாக்டர் நேத்து ராத்திரி இவர் வெளியில போல? It's impossible. இங்க ட்ரீட்மென்ட்ல இருக்கறவங்க நிறைய பேர் physically and mentally affected by drugs. This hospital is guarded by highly disciplined ex-servicemen. அவங்கள மீறி ஒரு பேஷண்ட் கூட இங்க இருந்து வெளிய போக முடியாது. இப்ப வெளிய போக வேண்டியது நீங்க. டாக்டர் ப்ளீஸ். എങ്ങനെ ഇത് പറ്റിയത്?
പറയൂ. എന്താണിത്? എനിക്ക് ഊഹിക്കാം. ഇന്നലെ രാത്രി നിങ്ങൾ പുറത്തുപോയി. പിന്നെ എന്തുണ്ടായി എന്നതിന്റെ തെളിവല്ലേ നിങ്ങളുടെ കയ്യിലെ മുറിവും ഇതിൽ പുരണ്ട ചെളിയും? പറയണം. പോലീസ് അന്വേഷിച്ചു വന്ന കൊലയാളി നിങ്ങൾ തന്നെയല്ലേ? അതെ. രവി, how can you do that? പലതും സഹിച്ചവളാണ് ഞാൻ. നടുത്തെരുവിൽ ഉടുതുണി വലിച്ചു കയറി കുണ്ടുകൾ മാനഭംഗപ്പെടുത്തി എന്റെ ഇടത്ത് കൺമുന്നിൽ സ്വയം വെടിവെച്ച് മരിച്ച ഏട്ടൻ. ഇനി രവിയെ കൂടി ആ ദുരന്തത്തിലേക്ക് എടുത്തു ചാടാൻ ഞാൻ അനുവദിക്കില്ല. വേണ്ട രവി. എങ്കിൽ എന്നെ ആ പഴയ സ്ഥിതിയിലാക്കി തരൂ. ലഹരിയിൽ മയങ്ങി കഴിഞ്ഞതൊന്നും ഓർക്കാനാവാതെ ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ അലഞ്ഞ എന്നെ ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോ രവി. അല്ലാതെ പറ്റില്ല. സ്വബുദ്ധിയോടെ എല്ലാം മറന്ന് ജീവിക്കാനാവില്ല. Do you know how much I suffered? How much they tortured me? അവരെ വെറുതെ വിട്ട് ഞാൻ ഇതിനകത്ത് ഇറങ്ങി കഴിയുമെന്ന് നീ കരുതണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു കൊലയാളി ഈ മുറിയിൽ ഒളിച്ചു പാർക്കാൻ ഞാൻ അനുവദിക്കണമെന്നാണോ? വേണ്ട. അങ്ങനെ ഒരു ദുഷ്പേര് ഈ സ്ഥാപനത്തിനുണ്ടാവരുത്. നിനക്കും